അഞ്ഞലി ഒന്ന് നിന്നേ. മോള് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നീ വിചാരിക്കുന്നത് പോലെ ഞാനും എൻ്റെ മാഷും കൂടി നിന്റെ അച്ഛനെ മനഃപൂർവ്വം കള്ളനാക്കിയതൊന്നുമല്ല. എൻ്റെ വീട്ടിൽ നിന്ന് അയാൾ മോട്ടോർ കക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതാ. പോലീസ് വന്നപ്പോൾ കേസ് ആക്കണ്ടെന്ന് പറഞ്ഞ ആളാ ഞാൻ. പിന്നെ എൻ്റെ മാഷാ പറഞ്ഞത് കുറ്റം ചെയ്തവരാരാലും ശിക്ഷിക്കപ്പെടണമെന്ന്. മണി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആ കട്ടതെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും പക്ഷേ അയാൾ കൂട്ടാക്കിയില്ല. വാശി നല്ലതാ ടീച്ചറെ, പക്ഷെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ അടുത്തത് വേണ്ടിയിരുന്നില്ല. ടീച്ചർ പറഞ്ഞത് ശരിയാ. എൻ്റെ അച്ഛൻ കള്ളനാ, ഞാനൊരു കള്ളന്റെ മോളും. ടീച്ചർക്കൊരു മോളല്ലേ? ടീച്ചറിന്റെ മോള് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ചു. എനിക്കും ഉണ്ടായിരുന്നു ടീച്ചറെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ കള്ളന്റെ മോളെന്ന് പറഞ്ഞ പിന്നെ ആളുകൾ ആ കണ്ണോണ്ടല്ലേ കാണൂ. അതിപ്പോഴും അനുഭവിക്കുന്ന ഒരാളാ ഞാൻ. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ ഒരു തെറ്റ് ടീച്ചർക്ക് പൊറുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാ, പൊറുക്കാമായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ മാഷ് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിപ്പോയനെ. അതിനുശേഷം ഇന്നവരെ മണി കട്ടിട്ടില്ല, അതോർക്കണം. ഈ കേസിന്റെ കാര്യം തെറ്റായിപ്പോയെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ശരിയും തെറ്റൊക്കെ കോടതിയല്ലേ തീരുമാനിക്കണ്ടേ. ഇതിന്റെ പേരിൽ നീ നിന്റെ അച്ഛനെ ഒരിക്കലും വെറുക്കരുത്. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ.